2018 ഒക്ടോബർ മാസത്തിൽ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണിത്. അന്ന് ബ്രൂവറുകൾ അനുവദിക്കാൻ അന്നത്തെ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ തീരുമാനിച്ചിരുന്നു. പിന്നീട് ആ തീരുമാനം പിൻവലിച്ചു. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ അനുമതി കൊടുത്തതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം പിൻവലിക്കുന്നു. ഇനി പുതിയ യൂണിറ്റുകൾ പിന്നീട് അനുവദിക്കും എന്ന് പറഞ്ഞിരുന്നു. അതായത് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇനി ഒരു അവസരം വരുമ്പോൾ യൂണിറ്റുകൾ അനുവദിക്കും എന്ന്. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നില്ല, പക്ഷെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത്തെ വർഷം നടക്കുന്നു. ആദ്യമായി ഈ വിഷയത്തിൽ വളരെ കരുത്താർന്ന തീരുമാനം, ഒരുപക്ഷെ കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാതൃകയാവുന്ന തരത്തിൽ ഉള്ളൊരു തീരുമാനമാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു എടുത്തത്. അവരുടെ ആ വലിയ തീരുമാനത്തെ, അവരുടെ ചങ്കൂറ്റത്തെ വ്യക്തിപരമായ പേരിലും ഒരു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പേരിലും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 2010 VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടന്ന ഒരു വലിയ റിയാലിറ്റി ഷോയാണ്. ദൂരദർശനാണ് ആ റിയാലിറ്റി ഷോ കണ്ടക്ട് ചെയ്തത്. ആ റിയാലിറ്റി ഷോ കേരളത്തിലെ ആയിരത്തോളം വരുന്ന പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം മികച്ച ഗ്രാമപഞ്ചായത്തായി, കേരളത്തിലെ ഗ്രീൻ കേരള റിയാലിറ്റി ഷോയിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്ത എൻ്റെ ഓർമ്മയിൽ എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെയാണ്. ആ എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു സവിശേഷത, ബഹുമാനായ ശശി തരൂരും അതുപോലെ തന്നെ ശ്രീ പ്രകാശ് കാരാട്ടിനും ജന്മം നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് എലപ്പള്ളി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ വിഭവങ്ങൾ ശേഖരിച്ച് സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയൊരു പഞ്ചായത്തിനെ അതിൻ്റെ ഒന്നാമത്തെ ഉൽപ്പന്നം അത് മദ്യമെന്ന രീതിയിൽ മാറ്റാൻ പോകുന്ന ഈ പിണറായി രണ്ടാം സർക്കാരിൻ്റെ നീക്കത്തെ എന്ത് വില കൊടുത്തും എതിർക്കും എന്നുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പറയാനും, അതുപോലെ തന്നെ ആ പ്രദേശവുമായി വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ 2 ദിവസത്തിനകം തന്നെ ആ പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഒരു 10-15 വർഷക്കാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അവരുമായി ഷെയർ ചെയ്തുകൊണ്ട് ഇതെങ്ങനെ ആ പദ്ധതി അവിടെ നടപ്പിലാക്കാതിരിക്കാനുള്ള നടപടികളുമായി പോകും എന്നതിനെക്കുറിച്ചുള്ള ആശയവിനിമയം അവരുമായി നടത്തുന്ന എന്നുകൂടി ഈ മാതൃഭൂമിയുടെ ചർച്ചാവേള ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ ശക്തമായി ആ കാലഘട്ടത്തിൽ ആ വിഷയത്തെ എതിർക്കുകയും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടതായി വന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇന്ന് ഏറ്റവും വലിയ അഴിമതി എന്ന രീതിയിൽ ഇത് മാറിയിരിക്കുകയാണ്. അതിന് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിപക്ഷ നേതാവായ VD സതീശനും രമേശ് ചെന്നിത്തലയും പത്രസമ്മേളനം നടത്തി ഇവരുമായി സംവദിക്കുമ്പോൾ അത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര തർക്കങ്ങളാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന എക്സൈസ് മന്ത്രിയാണ് കണ്ടത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപായി ശ്രീ രമേശ് ചെന്നിത്തല ഗുരുവായൂരിലുണ്ടായി. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ്. അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് അന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടത്. അതിനുശേഷം ഗുരുവായൂരിൽ വെച്ച് രമേശ് ചെന്നിത്തലയും മാധ്യമ പ്രവർത്തകരെ കാണുകയുണ്ടായി. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫോണിൽ സംസാരിക്കുന്നതും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ ഇതുമായി കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന MP രാജേഷിൻ്റെ കുറുക്കൻ്റെ ബുദ്ധി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില നിയമപരമായ വിഷയങ്ങളുണ്ട്. ഈ കമ്പനി 26 ഏക്കർ ഭൂമിയാണ് അവിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഈ എലപ്പള്ളിയോട് തൊട്ടപ്പുറത്തുള്ള വടകരപ്പതി പഞ്ചായത്തിൽ എൻ്റെ ഒരു ഓർഗാനിക് ഫാം, ഞങ്ങളുടെ ഒരു സൊസൈറ്റി നടത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രദേശവുമായി വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. ഇപ്പോൾ 26 ഏക്കർ കേരളത്തിലെ ഭൂപതിവ് ചട്ടം നിയമം അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഓയാസിസ് കമ്പനി കരസ്ഥമാക്കിയെന്ന് അറിയാനുള്ള ഒരു താല്പര്യം, ഒരു നിയമപരമായി ഇതിനെ നേരിടുന്ന ഒരാളെന്ന രീതിയിലും നിയമം പഠിക്കുന്ന ഒരാളെന്ന രീതിയിലും എനിക്കുണ്ട്. കമ്പനിയുടെ ആളുകളില്ലാത്തതുകൊണ്ട് ഇവിടെ പറയാൻ അറിയില്ല, അഭിലാഷിന് അറിയുമെന്ന് എനിക്കറിയില്ല. 15 ഏക്കറിൽ കൂടുതൽ എങ്ങനെയാണ് കേരളത്തിലെ മിച്ചഭൂമി നിയമം നിൽക്കുന്ന ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് 26 ഏക്കർ ഭൂമി മതിൽ കെട്ടി തിരിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്? അപ്പോൾ ഇത് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ആക്ട് അനുസരിച്ചുകൊണ്ട് 15 ഏക്കറിലേക്കാൾ കൂടുതൽ ഭൂമി വാങ്ങാനുള്ള അനുമതി ഇവർക്ക് ആരാണ് കൊടുത്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറുപടി പറയേണ്ടത് കൂടിയായ ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് എക്സ്റ്റൻഷൻ, ഭൂമി കൂടുതൽ വാങ്ങാനുള്ള എക്സ്റ്റൻഷൻ ഈ സർക്കാർ കൊടുത്തോ എന്ന ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ വെള്ളം കേരള വാട്ടർ അതോറിറ്റി ഇവർക്ക് നൽകും എന്നാണ് പറയുന്നത്. ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ഈ മെഡിക്കൽ കോളേജുകൾക്ക് ലഭിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കണം. പഞ്ചായത്ത് വെള്ളം ലഭിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും
വെള്ളമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി അതിന് അനുമതി കൊടുക്കുന്ന പഞ്ചായത്തുകളുമുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം വ്യത്യസ്തമാണ്. കേരള വാട്ടർ അതോറിറ്റി ഇതിനാവശ്യമായ വെള്ളം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 47 ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാശ് കാരാട്ടിന് ജന്മമെടുത്ത എലപ്പള്ളി പഞ്ചായത്തിൽ അവിടെ എല്ലാ വീട്ടിലും കുടിവെള്ളം സുലഭമാണോ? പിന്നെ CPMന്റെ പ്രതി ഇവിടെയുണ്ട്, അതൊന്ന് പറയട്ടെ. എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സുലഭമായി വെള്ളം കൊടുക്കാൻ കേരള വാട്ടർ അതോറിറ്റി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് പെരുമാട്ടി പഞ്ചായത്തിലെ സമരം നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്ത് വടകരപ്പതി പഞ്ചായത്തിൽ റൈറ്റ് ബാങ്ക് കനാൽ എന്ന് പറയുന്ന RBC എന്ന് പറയുന്ന ഒരു പുതിയ കൂട്ടായ്മയുണ്ടാക്കി അതിന് ജനതാദൾ പിന്തുണ കൊടുത്ത് RBC ആണ് വടകരപ്പതി പഞ്ചായത്തിൽ ഭരിക്കുന്നത്. ആ റൈറ്റ് ബാങ്ക് കനാലുമായി ബന്ധപ്പെട്ട സമരമാണ് ആ വടകരപ്പതി പഞ്ചായത്ത് UDFന് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം എന്ന് വെച്ചാൽ വലിയ രൂക്ഷമായ രീതിയിൽ കുടിവെള്ള ക്ഷാമ പ്രശ്നമുള്ള ഒരു പഞ്ചായത്താണ്. ചില വർഷങ്ങളിൽ ഈ വടകരപ്പതിയിലും എലപ്പള്ളിയിലും പെരുമാട്ടിയും പുതുശ്ശേരിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ പോലും പെയ്യാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരള വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും ഈ സംസ്ഥാനത്ത് നമ്മളൊക്കെ എൻ്റെ വീട്ടിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട്, പക്ഷെ അതിലൊന്നും വെള്ളം വന്നിട്ട് എത്ര കാലമായി? ഇന്നലെ എൻ്റെ വീട്ടിൽ മീറ്റർ റീഡ് ചെയ്യാൻ വന്ന കുട്ടിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിത് റീഡ് ചെയ്ത് പോവുകയാണ്, വെള്ളം കിട്ടുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ പോലും വെള്ളം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന വാട്ടർ അതോറിറ്റി എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ദശലക്ഷക്കണക്കിന് വെള്ളം കൊടുക്കും, അത് ആ പഞ്ചായത്തിനെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഈ അഴിമതിയെ ആ പ്രദേശത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രദേശത്തിന്റെ ഗ്രാമീണ സൗന്ദര്യത്തെ പോലും തകർക്കുന്ന ഈ പദ്ധതിയെ അവിടുത്തെ ജനങ്ങളെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കും. നിയമപരമായ പരീക്ഷ കൊടുക്കും. ഞങ്ങളുടേതായ ജനങ്ങൾ അണിനിരത്തി എലപ്പള്ളി പഞ്ചായത്ത് UDFന് ഭരണം ലഭിച്ച അധികാരമൊന്നുമായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്ന രീതിയിൽ കണ്ട ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്ത്. നന്ദിഗ്രാം പോലെ പാലക്കാട് ജില്ലയിൽ CPMന്റെ അവസാനത്തെ സമരമായി ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും.